മക്കളെ എസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെയ്യ് ഒഴിച്ചെടുത്ത് ചൂടായി കുറച്ച് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. നെയ്യ് തട്ടോ ഈ നെയ്യാണ് ഗ്യാസ് ഒഴിച്ചെടുത്ത്. പിന്നെ അതൊക്കെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. കണ്ടോ, നെയ്യാണിത്. നെയ്യിൻ്റെ ഇതിലിട്ടാക്കി ഉണ്ടാക്കി നല്ല രസം ഉണ്ടാവും. ഇതിലൊക്കെ നമുക്ക് പച്ചമുളക് കരിവേപ്പില ഇടണം. ഇതാകട്ടെ. ഇതിലേക്ക് നമ്മൾ പച്ചമുളകും കരിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊന്നും കൂടെ നല്ലോണം ചുറ്റിപ്പറ്റി കൊടുക്കുക. പൊട്ടൽ കരിവേപ്പില മണം പച്ചമുളകിൻ്റെ. വാവ്! വൈകുന്നേരത്തെ ചായക്കൊക്കെ നമുക്ക് ഇത്തിരി ഉപ്പുമാവോ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും കേട്ടോ. എപ്പോഴും നിന്നെ കൊണ്ട് നടക്കില്ല. ആദ്യമൊക്കെ നടക്കും, ഇപ്പോൾ കഴിയില്ല. എന്തെങ്കിലുമൊക്കെ കൊണ്ടുവച്ച് തിന്നലാണ്. അത് ആവട്ടെ. ലേശം ഉപ്പിട്ടിടുന്നുണ്ട്. ഉപ്പ് ഉണ്ടില്ല. ഉപ്പിട്ട് കൊടുത്തിരുന്ന് ഒന്നും കൂടെ ഒന്ന് വഴറ്റി എടുക്കാം. പിന്നെ ഈ പരിപ്പൊക്കെ ഉണ്ട്, പരിപ്പൊക്കെ ഇടാം കേട്ടോ. പരിപ്പിടുന്നവർക്ക് ഇവിടെ പരിപ്പുണ്ട്, ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ കാര്യം ഇങ്ങനെ ഇപ്പോൾ വെക്കുന്നുള്ളൂ. പരിപ്പിട്ടൊന്ന് കടിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും. ഇല്ലാറമാവി. അതിനൊരു പാട്ട വെള്ളം ഒഴിച്ചു. ഇനി നല്ലോണം ഒന്ന് കിടന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം നല്ലോണം വെട്ടി തെളിച്ചു. ഞാൻ അതിലേക്ക് വറുത്ത് വെച്ചതാണ് കേട്ടോ. അത് വറുത്ത് വെച്ച പൊടിയാണ്. പൊടി വെച്ചാൽ മറ്റേ റവട്ട നല്ലോണം ഞെരുങ്ങനെ വറുത്ത് വെച്ചതാണ്. അങ്ങോട്ട് ഇടല്ലേ. ഇതിന് ബാക്കിയൊക്കെ ഇട്ടിട്ട് കാര്യമില്ല. വേണമെങ്കിൽ നമുക്ക് വേറെ വാങ്ങാം. ഓക്കെ, എല്ലാം വേവട്ടെ. ഈ ചട്ടി വെച്ചാൽ എന്താ അറിയാം, ഒരാൾ പിടിച്ചൊക്കൊന്നും വേണ്ട. അങ്ങനെ സുഖമായിട്ട് ഇളക്കാലോ. സുഖമായിട്ട് അങ്ങനെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പാത്രത്തിൽ കോരിയിട്ട് കുറച്ച് പഞ്ചസാര വേണ്ടിയവർക്ക് പഞ്ചസാര വിതറുക. എന്നിട്ട് കോരി തിന്നാൽ അടിപൊളിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പഞ്ചസാര ഇടാത്തവർക്ക് ഇങ്ങനെ തിന്നട്ടോ. വേണ്ടിയവർക്ക് പഞ്ചസാര ഇടുക. ഓക്കെ.